അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വിശുദ്ധ ഖുർആനിലെ 9-ാം അധ്യായമായ സൂറത്ത് തൗബയിലെ 71-ാമത്തെ വചനത്തിൽ പറയുന്ന ചെറിയൊരു കാര്യം പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ സമദൊക്കെ സൂചിപ്പിച്ചതുണ്ട്. നമ്മൾ എവിടുന്നാണ് നമുക്കുള്ള കൃത്യമായിക്കൊണ്ടുള്ള നമുക്ക് കിട്ടേണ്ടതെന്ന് ചോദിച്ചാൽ വിശുദ്ധ ഖുർആനും നമ്മൾ സുന്നത്തുനിന്നാണ്. ആ വിശുദ്ധ ഖുർആനിൽ അല്ലാഹ് നമ്മോട് പറയാണ്, അൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്ത് ബഅ്ളുഹും ഔലിയാഉ ബഅ്. നമ്മൾ പരസ്പരം എന്താണ്, ഓരോ മുഅ്മിനും ഓരോ മുഅ്മിനത്തും എന്താണ് പരസ്പരം എന്താണ് മിത്രങ്ങളാകുന്നു എന്നുള്ള. എന്നിട്ട് പറയുന്ന കാര്യം അതാണ് 4 കാര്യങ്ങൾ, ഒരു 5 കാര്യം നമ്മൾ അതിൽ പറയുന്നുണ്ട്. 4 കാര്യത്തോട് ചേർത്തുകൊണ്ട് 5-ാമതായിട്ടുള്ള കാര്യം പറയുന്നത് എന്താണ് നമ്മൾ ശരിക്കും ശ്രദ്ധിച്ചാൽ നമുക്ക് ക്യാമ്പസുകൾ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഒന്നാമത് പറഞ്ഞത് എന്താ ചോദിച്ചാൽ യഅ്മുറൂന ബിൽ മഅറൂഫ് എന്നുള്ള. രണ്ടാമത് പറഞ്ഞത് വയൻഹൗന അനിൽ മുൻകർ എന്നുള്ളതാ. നമ്മൾ ക്യാമ്പസിൽ പോയാൽ നമ്മൾ ചെയ്യേണ്ട പ്രവർത്തനം എന്ന് ചോദിച്ചാൽ നന്മ കൽപ്പിക്കുക, അതോടൊപ്പം തിന്മ വിരോധിക്കുക. ആ നന്മ കൽപ്പിക്കലിന്റെ പല കാര്യങ്ങളാണ് നമ്മൾ പ്രോഫുകൾ നമ്മൾ കാണുന്നത്. നമുക്ക് മുന്നിൽ പല വിധത്തിലുള്ള ആൾക്കാർ പ്രസംഗിക്കുന്നുണ്ട്. ഇതിന്റെ ബാക്ക് ഹാൻഡ് ആയിക്കൊണ്ട് പലതരത്തിലുള്ള ആൾക്കാർ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. പച്ചയും മഞ്ഞയും കുപ്പായം ധരിച്ചുകൊണ്ട് പല വിധത്തിലുള്ള ആൾക്കാർ നമ്മുടെ മുന്നിലൂടെ ഓടി കളിക്കുന്നുണ്ട്. നമുക്കറിയാം ഇവിടെ ഗസ്റ്റ് റൂമിന്റെ ഈ ഭാഗത്ത് നിൽക്കുന്നത് നിങ്ങൾ ഇവിടെ കാണാത്ത ഈ നിരന്തരമായിക്കൊണ്ട് നമ്മുടെ വാളുകളിൽ വരുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായിക്കൊണ്ട് കൊടുക്കുന്ന ഒരു ഡിജിറ്റൽ ഹബിന്റെ ടീമുണ്ട്. നിങ്ങൾ MSM കേരള പേജ് പോയാൽ ഞങ്ങളൊരു സ്വപ്ന ആഗ്രഹമാണ് ഈ പ്രോഫ്കോണോടുകൂടി ഇപ്പോൾ 9780 ചില്ലാനം അവിടെ ഫോളോവേഴ്സ് ഉണ്ട്. ഈ പ്രോഫ്കോണോടുകൂടി അല്ലെങ്കിൽ പ്രോഫ്കോണുമായി ബന്ധപ്പെട്ട ആ റീൽസ് ഇറക്കുന്നതോടുകൂടി അതൊരു 10K അടിക്കണം എന്നുള്ളത്. പല മില്യണുകളും അല്ലെങ്കിൽ പല മില്യണുകളായിക്കൊണ്ടുള്ള പല റീലുകൾ കണ്ടുകൊണ്ട് നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. ഡാൻസും പാട്ടും നമ്മൾ ചിരികളുമായി കൊണ്ടൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. അതിന്റെ ഒരു നേരം നമ്മൾ ഷെയർ ചെയ്യുന്ന റീലുകളിൽ MSM ഉണ്ടാവുക, പ്രോഫ്കോൺ ഉണ്ടാവുക. അതാണ് പ്രോഫ്കോണിൽ കൊണ്ട് അർത്ഥവത്താക്കുന്നത്. ഈ ഡിജിറ്റൽ ഹബുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം നമുക്ക് ചെയ്യാൻ കഴിയുന്നത് എല്ലാതിലും യഅ്മുറൂന ബിൽ മഅറൂഫ് എന്നുള്ളത് നന്മ ചിലപ്പോൾ നമുക്ക് പറയാൻ കഴിഞ്ഞോളന്നില്ല, പക്ഷെ നമുക്ക് എന്താക്കാം അതൊക്കെ കാണിച്ചു കൊടുക്കുക എന്നുള്ളതാ. അതോടൊപ്പം തിന്മ വിരോധിക്കുക നമ്മൾ കേട്ടിട്ടുണ്ട്. പിന്നെ പറഞ്ഞത് വയുഖീമൂന സ്വലാത്ത് എന്നുള്ളതാ. നമ്മൾ നമസ്കരിക്കണം, കൃത്യമായി കൊണ്ട് നമസ്കരിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പ്രോഫ്കോണിൽ ഇന്ന് രാവിലെ ഇവിടെ സുബഹി ജമാഅത്തിൽ വന്നത് നമ്മൾക്കറിയാം 500-ൽ പരം വിദ്യാർത്ഥി നിലനിന്നുകൊണ്ട് ഇവിടെ സുബഹി ജമാഅത്ത് നമസ്കരിച്ചു. മുന്നോടിയായിക്കൊണ്ട് ഇവിടെ സുന്നത്ത് നമസ്കാരം നമസ്കരിച്ചു. ആ സുന്നത്ത് കൊണ്ട് എനിക്ക് ലോകത്തിൽ എന്തൊക്കെ നേടാൻ കഴിയോ അതിന്റെ എല്ലാം മുന്നിലായിക്കൊണ്ട് എനിക്ക് ആ സുന്നത്ത് നമസ്കാരം കൊണ്ട് മാത്രം സാധിക്കുന്നുള്ളത് നമുക്ക് കാണിച്ചു സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തുടർന്ന് തൗബയിൽ പറഞ്ഞത് സക്കാത്ത് എന്നുള്ളതാ. നിങ്ങൾ സക്കാത്ത് കൊടുക്കണം. നമ്മൾ പ്രൊഫഷണലുകളാണ്. കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാമ്പത്തികം എവിടെ കൊടുക്കുന്ന കൃത്യമായ ബോധന നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. അതോടൊപ്പം ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ പ്രൊഫഷണൽ വിദ്യാർത്ഥികളും നമുക്ക് പറയാനുള്ളത്, നമ്മൾ നിരന്തരമായി കൊണ്ട് ഞങ്ങളുടെ പ്രസിഡന്റും സെക്രട്ടറി മെമ്പേഴ്സ് എല്ലാവരും ഓടി നടക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങളിൽ നിന്നുള്ള ആളുകൾ MSMലേക്ക് വരണം, പ്രൊഫഷണൽസ് വരണം, ഡോക്ടർമാർ വരണം, എഞ്ചിനീയർമാർ വരണം, ലോ സ്റ്റുഡൻസ് വരണം. നല്ല വണ്ണം വിദ്യാർത്ഥികൾക്ക് കൃത്യമായിക്കൊണ്ട് ദിശബോധം നൽകുന്ന അധ്യാപകർ വരണം. അത്തരത്തിൽ വരുന്ന ഒരു സമൂഹമായിക്കൊണ്ട് സമൂഹത്തെ വാർത്തെടുക്കാൻ MSMന് സാധിക്കേണ്ടതുണ്ട്. അതോട് ചേർത്തുകൊണ്ട് അവസാനമായിക്കൊണ്ട് പറഞ്ഞ എന്താ ചോദിച്ചാൽ പറയുന്നത് യുതീഊന അല്ലാഹു വറസൂല. എന്നിട്ട് എവിടെ നമുക്ക് കിട്ടുക? മുജാഹിദുകളാണോ? നമുക്ക് എല്ലാ കിതാബിന്റെ മേലെ ഖുർആനും സുന്നത്തും അള്ളാഹ് എന്ത് പറഞ്ഞോ റസൂൽ എന്ത് പറഞ്ഞോ അവിടെ നിൽക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അത് മാത്രമാണ് പ്രോഫ്കോ നമുക്ക് പറഞ്ഞു തരുന്നത്. നമ്മൾ കൃത്യമായി കൊണ്ട് ചെയ്യുകയാണ്. പടച്ചിറപ്പ് നമ്മോട് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അള്ളാഹ് നമുക്ക് നൽകുന്ന വലിയൊരു പ്രോമിസ് ആണ്. എന്താണ് ചോദിച്ചാൽ ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. നമുക്കിങ്ങനെ മണാലിയിലും സ്വിറ്റ്സർലാൻഡിലൊക്കെ പോകുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഉണ്ടല്ലേ, അതുപോലത്തെ ഒരു സ്ഥലം അല്ലേ. അവിടെ നിന്ന് ചോദിച്ചാൽ അത് നിരന്തരം എല്ലാ അവസാനമില്ലാത്തതാണെന്നുള്ളതാ. എന്നിട്ട് അതോട് ചേർത്തുകൊണ്ട് അവസാനത്തിൽ അത് പറയുന്നുണ്ട് മിനല്ലാഹി അക്ബർ. അതിനെല്ലാറ്റിനുപരിയായിക്കൊണ്ട് അള്ളാന്റെ പ്രീതിയും കൂടി ലഭിക്കല എന്നുള്ളതാ. അതാണ് സുഹൃത്തുക്കളെ ഏറ്റവും വലിയ വിജയം. ഒന്ന് മാത്രം പറയാനുള്ളൂ, നിങ്ങളുടെ പ്രാർത്ഥനകൾ മാത്രമാണ് ഞങ്ങൾക്ക് വേണ്ടത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.